ഒരു നേരത്തെ അശ്രദ്ധ ജീവിതത്തിലെ തീർത്താനും തീരത്തെ സങ്കടങ്ങളിൽ ഒന്നായി കണ്ട് ഒരു നേരത്തെ ഒരു അശ്രദ്ധകൾ മാറ്റും. ഇവിടെ കണ്ടില്ലേ, ഒരു കുട്ടികളാണ്. കുട്ടികളെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കാരണം അവർ എവിടേക്കാണ് പോണത് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റില്ല. പക്ഷെ കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊണ്ടുപോകുന്ന കുട്ടികളെയാണ്. തന്നെ നോക്കിയങ്ങളെ, ആ ഒരു ബസ് ഒരു നേരത്തിന് ഒന്നങ്ങോട്ട് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മേത്ത് കൂടെ കയറി ഇറങ്ങൂലേ. എന്തോ ആ കുട്ടിക്ക് പടച്ചോൻ ആയുസ് നീട്ടി കൊടുത്തത് കാരണം കൊണ്ട് ആ കുട്ടിക്ക് ഒന്നും പറ്റില്ല. ആ ഡ്രൈവറുടെ ഭാഗ്യം തന്നെ അവിടെ പറയാം. ഡ്രൈവർ ആ ഒരു ഭാഗത്തേക്ക് വണ്ടി തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും ആ ഒരു കുട്ടിയുടെ ജീവൻ ഒന്നും തന്നെ സംഭവിക്കാതെ ആ ഒരു കൃത്യസമയത്ത് കൃത്യമായി കണ്ട് ഇടപെട്ട ആ ഒരു ഡ്രൈവർക്ക് ഉണ്ടല്ലോ ഒരു ബിഗ് സല്യൂട്ട്. അല്ലെങ്കിലും ഡ്രൈവർമാരെന്നൊക്കെ പറയണത് ഇതൊക്കെ തന്നെയാണ്. ഉമ്മാന്റെ ഉപ്പാന്റെ ഭാര്യന്റെ ബാക്കിയുള്ള ആൾക്കാരുടെ പ്രാർത്ഥന ഉള്ളത് കാരണം കൊണ്ടാണ് ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് പല ഡ്രൈവർമാരും കഴിച്ചിലാവുന്നത്. ആ കുട്ടിയുടെ മേത്തൊരു വണ്ടി തട്ടിക്കണി എന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുട്ടിയുടെ ഉമ്മാന്റെ ഇപ്പാന്റെ കൂട്ടുകുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? സോ ഇത്ര ഇവിടെ പറയുന്നുള്ളൂ, ശ്രദ്ധിക്കുക. എല്ലാവരും പുറത്തു പോകുന്ന ആൾക്കാരാണ്. മാക്സിമം നമ്മൾ കൊണ്ടുപോകുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിച്ചോളന്നില്ല. നമ്മൾ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികളാണ് നമ്മൾക്കൊന്ന് കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാല് കുട്ടികൾ അങ്ങോട്ട് ഓടും. കാരണം അവർക്ക് ബുദ്ധി പ്രായം വെച്ച് വരുന്നതേ ഉള്ളൂ. അവർ കുട്ടിയുടെ രണ്ടാം ജന്മാണ്. എല്ലാവർക്കും മക്കളുള്ളതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു ബാധകമാണ്. പോകുമ്പോ കുട്ടികളെ കൈവിടാതെ കൈ പിടിച്ചിക്കാണ് നടന്നാൽ നമ്മുടെ കുട്ടികൾ സേഫ് ആയിട്ടുണ്ടാവും. ഇല്ലേ, പല അപകടങ്ങൾ സംഭവിക്കും.